ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് രാത്രിയിൽ വേണമെങ്കിലും കഴിക്കാം. ഇത് നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാം, എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഗോതമ്പ് മുട്ട ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒരുമിച്ച് എല്ലാം കൂടി ഒഴിക്കണ്ട. ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് മൊത്തം ഇതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്ററല്ല, നമുക്ക് സാധാരണ ദോശമാവിനേക്കാളും കുറച്ചുകൂടി ഒരു കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കപ്പ് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇപ്പോൾ മുഴുവനായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ പാകത്തിനാണ് നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടിയായി പോവുകയും ചെയ്യരുത്. ഇനി നമുക്ക് 3 മുട്ട വേണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ അതേപോലെ 2 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, 1 പച്ചമുളക് പൊടിയായിട്ട് കട്ട് ചെയ്തതും, പിന്നെ 2 ടീസ്പൂണോളം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ചതച്ച മുളക് ചേർത്തിട്ടുണ്ട്. അതിന് പകരം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ചേർത്തിട്ടുള്ള പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്കിതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം അതുപോലുള്ള വെജിറ്റബിൾസും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് കനം കുറച്ച് തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് കനം കുറച്ചിട്ടല്ല, കുറച്ചൊരു കനത്തിലാണ് നമുക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വട്ടത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 സ്പൂണ് മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്നാവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് മുട്ട ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ 1 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. മുട്ട എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. പെട്ടെന്നൊന്ന് മുട്ടയൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1 മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട. ആ മുട്ടയിലേക്ക് വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ആ സൈഡും ഒന്ന് കുക്കായി വന്നാൽ നമുക്കൊന്ന് തിരിച്ചിട്ടതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് കറിയൊന്നും ഇല്ലാതെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളൊക്കെ ചുട്ടെടുക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ മടിയുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്തും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. തണുത്താൽ അത്രയ്ക്ക് അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല, മുട്ടയും ഈ ഗോതമ്പ് ദോശയൊക്കെ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.